വന്നിട്ടുള്ളത് പുതിയൊരു നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം നമ്മുടെ വീഡിയോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നാരങ്ങ അച്ചാറാണ്, നല്ല ആവി പറക്കുന്ന അച്ചാറാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ അച്ചാറിന് വേണ്ടത് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി വയ്ക്കാമല്ലോ. എന്നാൽ വരും എല്ലാവരും. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു 3 കിലോ നാരങ്ങ അച്ചാറിൻ്റെ ഓർഡറാണ്. നാരങ്ങയും കാന്താരിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ നമ്മളിത് നാരങ്ങയാണ് നമ്മളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് വെളുത്തുള്ളി നമ്മൾ തൊലി കളഞ്ഞ് വെച്ചതാണ്. നല്ല ഫ്രഷ് കാന്താരിയാണ്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികളും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവരും വരും. നമ്മളതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഉരുളി, അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരട്ടെ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചുവന്ന മുളകും വേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. നമുക്കതിലേക്ക് ചുവന്ന മുളകും വേപ്പിലും ഇട്ടെടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് അല്പം കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറോളം നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ കാന്താരി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളകൊക്കെ ഇങ്ങനെ വഴണ്ടി വരുന്നുണ്ട്. മുളക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ പറയുക, മുഖത്തേക്ക് വരുന്നത്. മുഖത്തേക്ക് വന്നാൽ നല്ല സൂപ്പറാക്കാറ്. കാരണം ചീനമുളക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. നമ്മളെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കാതിരിക്കുക. ഉപ്പ് നമ്മളെ നാരങ്ങയിലെയും വെളുത്തുള്ളിയിലൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പൊടി നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. നമ്മൾ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. നമുക്ക് നമ്മുടെ നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, അതൊരു അടിപൊളിയാണ് കേട്ടോ. നാരങ്ങ കുറുക്കിയിട്ടതിൻ്റെ നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊരു സൂപ്പർ പണിയാണ്. നാരങ്ങച്ചാറ് മാത്രം മതി കേട്ടോ ചോറുണ്ണാൻ. അതിക്കൊരു പപ്പട കഷ്ണവും ഒരു ഉണക്കമീനും ഉണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് ലേശം ഇട്ട് കൊടുക്കാം. കാരണം ഉപ്പ് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ച നമ്മുടെ ഒരു കൂട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ സെറ്റായി വരുന്നുണ്ട്.
നമ്മളെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പം തീ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മൾ അച്ചാറുകൾ ഇവിടെ നമ്മൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടാണ്. ഇത് ചൂടാറിയിട്ട് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടാണ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓർഡറിനനുസരിച്ച് ചെയ്തതാണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബായ്. You know just what you do to me.